മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പ്രതാപനും മുത്തശ്ശിയും കൂടെ കാട്ടിലുള്ള ഒരു മന്ത്രവാദിയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അറിയുന്നുണ്ട് മഹാലക്ഷ്മി ആൾ ചില്ലറക്കാരിയല്ല എന്ന് പറയുന്നുണ്ട് മന്ത്രവാദി. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു രക്ഷ തരാം. ആ രക്ഷ നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ കെട്ടിയാൽ മാത്രം മതി, നിങ്ങൾക്ക് അവളുടെ ശല്യം ഒരിക്കലും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു കുങ്കുമവും കൊടുക്കുന്നുണ്ട്. അത് എല്ലാ ദിവസവും രാവിലെ നെറ്റിയിൽ പുരട്ടിയാൽ മാത്രം മതി. ഒരു ശല്യവും നിങ്ങളെ തേടി വരില്ല, നിങ്ങളുടെ വീടിൻ്റെ 7 അയൽവക്കത്ത് പോലും അവൾ എത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും പ്രതാപന് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്, അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലൊരു ഹോം നടത്തി തരണമെന്നൊക്കെ മന്ത്രവാദിയോട് പറയുന്നുണ്ട്. മന്ത്രവാദി അതനുസരിച്ച് ഞാൻ അതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷിണയെല്ലാം കൊടുത്തുകൊണ്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ തോമസ് വൈദ്യൻ്റെ വീട്ടിലെത്തുന്ന മുത്തശ്ശിയും പ്രതാപനും കണ്ണനെ കാണുകയാണ്. എന്നിട്ട് കണ്ണനോട് വളരെ ദുഃഖത്തോടു കൂടി തന്നെ മഹാലക്ഷ്മിയെ കാണാത്തതിൽ ഞങ്ങൾക്കും വളരെ ദുഃഖമുണ്ടെന്നും ഞങ്ങളിപ്പോൾ കാട്ടിലുള്ള മന്ത്രവാദിയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വരികയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അത്രയും മനസ്സുരുകിയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്നുമൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ കണ്ണന് വളരെ ചിരിയാണ് വരുന്നത്. കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. മഹാലക്ഷ്മിയെ കാണാത്തതിൻ്റെ പിറകിൽ നിങ്ങളാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ നിങ്ങളെക്കൊണ്ട് മാത്രമേ ഈ അഭിനയവും എല്ലാം വശമുണ്ടാവുള്ളൂ എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്, മോനെ നീ ഞങ്ങളെ ഇങ്ങനെ അവിശ്വസിക്കരുത്, ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ഇത്രയും നേരം മഹാലക്ഷ്മി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവൻ എന്താണ് ഈ പറയുന്നത്, മഹാലക്ഷ്മി വന്നെന്നോ, ഇത്രയും നേരം ഇവൻ്റെ അടുത്തുണ്ടായിരുന്നെന്നോ എന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് രണ്ടുപേരും. അപ്പോൾ അവരുടെ നിപ്പെല്ലാം കണ്ടപ്പോഴത്തേക്കും കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ മഹാലക്ഷ്മിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഞെട്ടല് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഒന്നുമില്ല മോൻ എന്താണ് പറയുന്നതെന്ന് ഓർത്താണ് ഞങ്ങളിങ്ങനെ ഇരുന്നതെന്നൊക്കെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് രണ്ടുപേരും. മഹാലക്ഷ്മി എൻ്റെ അടുത്ത് വന്നിരുന്നത് പോലെ എനിക്കൊരു തോന്നലുണ്ടായി എന്നൊക്കെ പിന്നീട് തിരുത്തി പറയുന്നുണ്ട് കണ്ണൻ. അത് കേൾക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആശ്വാസമായി. ഇപ്പോഴാണ് ഒരു സമാധാനമായതെന്നുള്ള മട്ടിൽ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസം എന്തായാലും തോമസ് വൈദ്യൻ്റെ അടുത്തുണ്ടാവും. ഈ കർക്കിടക സമയത്ത് ഒന്ന് ശരീരമൊക്കെ ഒന്ന് തടവിക്കണം. തോമസ് വൈദ്യനെ കൊണ്ട് അവൻ്റെ ഇടി കിട്ടിയതിന് ശേഷം എൻ്റെ ശരീരം ആകെ ഉലഞ്ഞിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് ശരിയാക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. 2-3 ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അവരവിടെ നിന്ന് പോയതിന് ശേഷം മഹാലക്ഷ്മി കർട്ടൻ്റെ പിറകിൽ ഒളിച്ച് നിൽപ്പുണ്ടായിരുന്നു ഇവർ വരുന്ന സമയത്ത്. അങ്ങനെ മഹാലക്ഷ്മി ഇറങ്ങി വരുമ്പോൾ മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും 2-3 ദിവസത്തേക്ക് ഇവിടെ തിരുമിക്കാനും കാര്യങ്ങൾക്കൊക്കെ വന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ നീ ഇവിടെ നിന്നാൽ ഇനി പ്രശ്നമാകുമെന്നൊക്കെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ശരിയാണ്, ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി നിൽക്കാമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ശരിയാണ്, ഏതെങ്കിലും അവരിപ്പോൾ 2-3 ദിവസം ഇവിടെയല്ലേ, അതുകൊണ്ട് നീ 2-3 ദിവസത്തേക്ക് അമ്മയുടെ അടുത്ത് പോയി നിൽക്കൂ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് 2-3 ദിവസമെങ്കിലും കഴിയാമല്ലോ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് കമലേശ്വരം വീട്ടിൽ ദുർഗയും ഉണ്ണിയും കരുണയും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഉണ്ണിയോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇനി അവൻ്റെ കാര്യമൊക്കെ ഒരുമാതിരി ആയിരിക്കും, അതുകൊണ്ട് നീ ഇനി ഫിനാൻസേഴ്സിൽ പോയിരിക്കണം, MD സ്ഥാനത്ത് കയറിയിരുന്ന് നീ വേണം ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉണ്ണിയോട്. അത് കേൾക്കുമ്പോൾ ഉണ്ണിക്കും കരുണയ്ക്കും എന്തെന്നില്ലാത്ത സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, ഇനി ഓരോന്നായിട്ട് ഞാൻ അത് കൈക്കലാക്കും. ഇനി അയാൾക്ക് ഭാര്യ മരിച്ചതിന് ശേഷം സ്വത്തിനോടും ഓഫീസ് കാര്യങ്ങളോടും ഒന്നും വലിയ താല്പര്യമുണ്ടാവില്ലല്ലോ, അപ്പോൾ ഞാൻ തന്നെയാണ് ഇനി ഇതൊക്കെ നടത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലോട്ടാക്കി എടുക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. പിന്നീട് സർപ്രൈസായിട്ട് മഹാലക്ഷ്മി അമ്മയുടെ മുന്നിലെത്തുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ മഹാലക്ഷ്മിയെ കാണുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട്. 2-3 ദിവസം ഞാൻ അമ്മയുടെ കൂടെ കാണുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോള് എത്ര ദിവസം വേണമെങ്കിലും എൻ്റെ കൂടെ നിന്നോളൂ, പക്ഷേ ഇവരുള്ളത് കൊണ്ട് ഇതൊന്നും നടക്കില്ലല്ലോ എന്നിങ്ങനെ ഒരു സങ്കടം പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല അമ്മ, അവർ തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ നിന്ന് പൊക്കോളാം, അതുവരെ നമുക്ക് സന്തോഷമായിട്ട് കഴിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കൊരു വണ്ടി വരുന്നുണ്ട്. അത് കണ്ട് മഹാലക്ഷ്മി ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയും പ്രതാപനും തിരിച്ചെത്തിയിരിക്കുന്നതാണ്. അത് കാണുമ്പോൾ മഹാലക്ഷ്മി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്ക് ഇനിയെല്ലാം കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.